ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത്. നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് തീർച്ചയായും സാക്ഷാത്കരിക്കാൻ സാധിക്കും. ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. പെട്ടെന്നൊരു ദിവസം ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കിടയിൽ വിള്ളൽ വീണു കഴിഞ്ഞു എന്നാണ്. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ അവരുടെ തെറ്റുകൾക്കിടയിലും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിരുപാധികമായി സ്വയം സ്നേഹിക്കുക. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങളും മറക്കേണ്ടി വരും. നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. നിങ്ങളുടെ വികാരങ്ങൾ പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്കായി രൂപപ്പെടുത്തുന്നു. ആർക്ക് വേണ്ടിയും നിങ്ങളുടെ നിലവാരം താഴ്ത്താതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ സ്വയം സ്നേഹിക്കുക. വിജയിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ആഗ്രഹം മറ്റേതൊരു കാര്യത്തേക്കാളും പ്രധാനമാണ് എന്ന് നീ എപ്പോഴും ഓർക്കുക. ബന്ധങ്ങൾ കാരണം മനസ്സ് വരിഞ്ഞു മുറുക്കിയത് പിന്നെന്താ അതിലൊരു രസമുണ്ടാകുക. മനസ്സൊരു പക്ഷിയാവട്ടെന്നേ, സ്നേഹവും പ്രണയവുമൊക്കെ ആ പക്ഷിക്ക് ആകാശമാവട്ടെ. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയ ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെ അല്ല നിങ്ങൾ ഏറ്റവും ഭയപ്പെടേണ്ടത്, നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യാജ സുഹൃത്തിനെയാണ്. ജാഗ്രതയോടെ സുഹൃത്തുക്കളെ കണ്ടെത്തുക. വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനം ശക്തമാണെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ മറികടക്കുകയില്ല. പണത്തേക്കാൾ പ്രധാനമാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല. വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന 2 കാര്യങ്ങളാണ് ക്ഷമയും കഠിനാധ്വാനവും. പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും. എല്ലാ പ്രഭാതത്തിലും പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. ഓരോ പ്രതീക്ഷയും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ജീവിതം നൽകുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് മനോഹരമായ പ്രഭാതം നേരുന്നു. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആരോടും കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. വിജയിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ആഗ്രഹം മറ്റേതൊരു കാര്യത്തേക്കാളും പ്രധാനമാണ് എന്ന് നീ എപ്പോഴും ഓർക്കുക. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് എപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാറുണ്ടെന്നതാണ് സത്യം. വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനം ശക്തമാണെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ മറികടക്കുകയില്ല. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിന് മുമ്പ് നീന്തിക്കയറിയ സങ്കടക്കടലുകൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല, അല്ലെങ്കിൽ ആരും കാണില്ല. തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. മോഹിച്ചത് കിട്ടണമെന്നില്ല, പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറമായിരിക്കും. നല്ല സൗഹൃദങ്ങൾ നൽകിയ സ്നേഹം എത്ര അകലങ്ങളിൽ ആണെങ്കിലും മനസ്സിൽ നിന്ന് മായില്ല. സങ്കടങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമ്മൾക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാകൂ. അതിനാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പരാജയമായി കണക്കാക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് മറ്റൊരാളാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിച്ചു തീർക്കുന്നത് അയാളുടെ ജീവിതമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നു പോകാൻ ശ്രമിക്കുക. തിരിച്ചും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ സഹായിക്കും. പിന്നിട്ട വഴികളിലെ അനുഭവം പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനുള്ള ഊർജം. മറ്റുള്ളവർ എത്ര മോശമായി നിങ്ങളോട് പെരുമാറിയാലും നിങ്ങൾ തരം താഴരുത്. ശാന്തത പാലിക്കുക, ശക്തനായി നിലകൊള്ളുക. ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീടൊരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല.
പ്രഭാതത്തിന് മുമ്പ് രാത്രി എപ്പോഴും ഇരുണ്ടതാണ്. ജീവിതവും ഇങ്ങനെ തന്നെയാണ്. പ്രയാസകരമായ സമയങ്ങൾ കടന്നുപോകും. എല്ലാം മെച്ചപ്പെടും. നിങ്ങൾ എന്നത്തേക്കാളും പ്രകാശിക്കും. ഏത് തരത്തിലുള്ള സ്ത്രീയുമായാണ് ഒരു പുരുഷൻ സഹവസിക്കുന്നത്? അവരുടെ തലത്തിലേക്ക് അയാളുടെ മനസ്സിൽ എത്തുന്നു. മൃദുലമായ ഹൃദയമുള്ള ഒരാളെ വേദനിപ്പിക്കരുത്. കാരണം അമിതമായ ചിന്തകൾ കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല. നമ്മുടെ സുഹൃത്തുക്കളെ വഞ്ചിക്കുന്നതിനേക്കാൾ ലജ്ജാകരമാണ് അവരെ അവിശ്വസിക്കുന്നത്. ജീവിതം ഒരു അവസരമാണ്. അതിൽ നിന്ന് പ്രയോജനം നേടുക. ജീവിതം സുന്ദരമാണ്. അത് ആസ്വദിക്കുക. ജീവിതം ഒരു സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കുക. മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ പിന്നെ സ്വന്തം വീട്ടിൽ പോലും അവർക്ക് സമാധാനം ലഭിക്കുന്നില്ല. മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ പിന്നെ സ്വന്തം വീട്ടിൽ പോലും അവർക്ക് സമാധാനം ലഭിക്കുന്നില്ല. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. നമ്മൾക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ എങ്ങനെ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. സന്തോഷം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. നമ്മൾക്ക് നമ്മിൽ തന്നെ താൽപ്പര്യമില്ല എങ്കിൽ ജീവിതം തന്നെ വളരെ താൽപ്പര്യമില്ലാതായിത്തീരും. അത് നമുക്കാർക്കും സഹിക്കാൻ കഴിയില്ല. സ്നേഹം ഒരു അനുഭവമാണ്. അകലം തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കിത്തരുന്ന ഒരു തിരിച്ചറിവ്. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അവ കേവലം വാക്കുകൾ ആവാം. പക്ഷേ ചിലർക്ക് അത് പ്രതീക്ഷകൾ ആവാം, സ്വപ്നങ്ങളാവാം. നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ സൗഹൃദം, അങ്ങനെയെല്ലാം നമ്മളെ അറിയുന്നവർക്ക് കൊടുക്കുക. അല്ലാത്തവർക്ക് നമ്മൾ വെറും നേരമ്പോക്ക് മാത്രം. വിജയിക്കാൻ പൂർണ്ണമായും ഒരു സൂത്രവാക്യം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പലതിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതായി വരും. എന്നാൽ തോൽക്കാൻ ഒറ്റ സൂത്രവാക്യം അറിഞ്ഞിരുന്നാൽ മതി. എപ്പോഴും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന, നിങ്ങളെ കുറ്റപ്പെടുത്താത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഒരു ബന്ധം നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങുക എന്നതാണ്. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ആ കഥയുടെ ബാക്കി മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ആ കഥയുടെ ബാക്കി മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ നോക്കിച്ചിരിക്കുന്നു. എന്നാൽ തങ്ങളെ നോക്കിച്ചിരിക്കുന്ന സ്ത്രീകളിൽ ആകൃഷ്ടരാകുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ് നിരാശപ്പെടുത്തിയ കാര്യം ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മധുര പ്രതികാരവും കരുത്തുറ്റ വിജയവും. കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല, കാണാതിരിക്കുമ്പോൾ തിരക്കുന്ന സൗഹൃദങ്ങളില്ലേ, അവരായിരിക്കണം നമുക്കെന്നും പ്രിയപ്പെട്ടവർ. 96% സ്ത്രീകൾക്കും തൻ്റെ ജീവിത പങ്കാളി ചെയ്യുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്നത് അവർ വിഷമിച്ചിരിക്കുമ്പോൾ തൻ്റെ പങ്കാളി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഈച്ചകൾ പറന്നെടുക്കാറില്ല എന്ന് പറയുന്നത് പോലെ തിരക്കുള്ളതും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യനെ മടിയന്മാരായ സുഹൃത്തുക്കൾ അപൂർവമായി മാത്രമേ സന്ദർശിക്കാറുള്ളൂ. നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സംഭാഷണത്തിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയാൻ അവരുടെ കാലുകളിലേക്ക് നോക്കിയാൽ മതി. അത് നേരെ നിങ്ങളിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ആ സംഭാഷണത്തിൽ താല്പര്യമുണ്ട് എന്നാണ് അർത്ഥം. അല്ല, അത് മറ്റേതെങ്കിലും ദിശയിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തി താല്പര്യമില്ലാതെയാണ് സംസാരിക്കുന്നത് എന്ന് ഉറപ്പിക്കാം. കാലുകൾ ഒരിക്കലും കള്ളം പറയില്ല. സ്വയം സ്നേഹിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിൻ്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നുപോകും. തങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശ്രദ്ധിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രതിരൂപം ആകണം. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. വിഡ്ഢികൾ പോലും ചിലപ്പോൾ പറയുന്നത് ശരിയായിരിക്കാം. ഒരു വ്യാജ വാഗ്ദാനത്തേക്കാൾ വ്യക്തമായ തിരസ്കരണം ആണ് എപ്പോഴും നല്ലത്. എല്ലാ പുരുഷന്മാരെയും മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ മാത്രം നന്നായി അറിഞ്ഞാൽ മതി. എന്നാൽ ഒരു പുരുഷൻ എത്ര സ്ത്രീകളെ അറിഞ്ഞാലും അവരിൽ ഒരാളെ പോലും പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല.
പിന്നിട്ട വഴികളിലെ അനുഭവം പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനുള്ള ഊർജം.